ഹലോ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നേ. മോൻ രാവിലെ പോകുമ്പോൾ ഫുഡ് കൊടുത്തു വിടണമായിരുന്നു. അപ്പോൾ ഇന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. ഇപ്പോൾ സവോളയൊക്കെ വെച്ചിട്ട് സവോളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ അതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് സവോളയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ സവോള വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ ഞാൻ അപ്പുറത്തെ അടുപ്പയിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കണം. മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൊടികളെല്ലാം ഒന്ന് ചേർത്തത് പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. തണുത്ത വെള്ളം ഒഴിച്ചാൽ ശരിയാകില്ല, അതുകൊണ്ടാണ് ഈ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്തിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കും. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ആദ്യം തന്നെ മോന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഒരു പുട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ നമുക്ക് സമയം പോലെ പുറകെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ മോന് രാവിലെ 7 മണിക്കാണ് വണ്ടി വരുന്നത്. അതുകൊണ്ട് മോന് കൊടുത്തു വിടാനുള്ള റെഡിയാക്കി മോൻ പോയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ആദ്യമേ കുടിവെള്ളം തിളപ്പിക്കാനായിരുന്നു. അപ്പോൾ കുടിവെള്ളമാണ് വെച്ചത്. പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ അരിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോൾക്ക് കോളേജിൽ പോകേണ്ടതുകൊണ്ട് ചോറ് കൊടുത്തു വിടണം. അപ്പോൾ രാവിലെ തന്നെ ജോലികളൊക്കെ തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറികളൊക്കെ വയ്ക്കണം. അപ്പോൾ ഇന്നൊരു എരിശ്ശേരി വയ്ക്കുന്നുണ്ട്. എരിശ്ശേരി വെച്ചിട്ട് പിന്നെ ഇന്നലത്തെ ഉണക്കച്ചെമ്മീൻ കറി വെച്ചത് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നലെ കറി മുഴുവനും വേണ്ടി വന്നില്ല. അപ്പോൾ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതേ പുറത്തേക്കൊന്ന് വന്നപ്പോൾ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഇന്നിപ്പം വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം തുണികളൊക്കെ ഉണക്കിയെടുക്കാനൊക്കെ പറ്റുന്നൊരു വെയിലാണ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നല്ലതാണ്. അങ്ങനെ മത്തങ്ങ അരിഞ്ഞ് അത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൻപയറാണ് അതിലേക്ക് ചേർക്കാം. വൻപയറാണ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഉണക്കച്ചെമ്മീൻ കറി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കുകയാണേ. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയത് അനുവിന് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അനു തന്നെ മെഴുക്ക് പുരട്ടി അതാണിത്. അനുവിൻ്റെ മെഴുക്ക് പുരട്ടിയാണിത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മോള് കോളേജിലോട്ടൊക്കെ പോയി അതിന് ശേഷമാണ് പിന്നെ എരിശ്ശേരിയൊക്കെ വെച്ചത്. വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മത്തങ്ങയും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അരപ്പ് റെഡിയാക്കണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ചെറിയ ജീരകം, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് അരയണ്ട, എന്നാൽ ഒരു ചതച്ചെടുക്കുന്ന ഏകദേശം ഒരു അരഞ്ഞു വന്നാൽ മതി. ഒരു നന്നായിട്ട് അരഞ്ഞും പോകണ്ട. അപ്പോൾ അതേ കഴിക്കാനായിട്ട് ആപ്പിൾ ഇരുന്നിട്ടത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഓരോ പീസ് കഴിക്കുകയാണ്. അപ്പോൾ അതേ ഇത് അരച്ചെടുക്കുകയാണ്. അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേ ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മത്തങ്ങയിലേക്ക് ചേർക്കണം. അപ്പോൾ ആദ്യമേ തന്നെ അതിലേക്ക് വൻപയർ വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. അതിനുശേഷം നമുക്ക് അരപ്പുകൾ ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വറതാളിച്ച് ഒഴിച്ചാൽ മതി.
അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ എരിശ്ശേരി ഇവിടെ റെഡിയാണ്. പിന്നെ ഊണെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റൽ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും അനുവിനും പനിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊണ്ടവേദന പൂർണ്ണമായിട്ടും മാറുന്നില്ല, ചെറിയ ശരീരം വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഓട്ടോയിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്നൊക്കെ വാങ്ങിച്ച്, പിന്നെ നമ്മൾ അങ്ങോട്ട് പോയ ഓട്ടോ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന വഴി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വേറെ ഓട്ടോ വിളിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കവിടെ ക്രോസ് അടവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിനടുത്ത് അറിയാമല്ലോ, ട്രെയിൻ നമ്മുടെ വീടിനടുത്ത് ആണ് റെയിൽവേ പാളം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ. അങ്ങനെ നമ്മളിത് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. ഞാൻ പറഞ്ഞില്ലേ, പോരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറി മാത്രമല്ല, മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മീൻ കറിയൊന്നും ഇല്ലാഞ്ഞല്ല, അതുകൊണ്ട് വൈകിട്ട് മീനൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഒരു ലൈക്ക് തരാനും പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.